ഗുഡ് ഫിലിം, നൈസ്, ഗുഡ് മെസ്സേജ്. എന്താ കേട്ടില്ല? നല്ല സിനിമ, നല്ല സിനിമ, നല്ല മെസ്സേജ്. നമ്മളെല്ലാം ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന പുതിയ തലമുറ വിദ്യാഭ്യാസത്തിനായിട്ട് പോകുന്നതിനെക്കുറിച്ചുള്ള പലതരത്തിലുള്ള നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ വളരെ പൊളിറ്റിക്കലി വളരെ പ്രസക്തമാത്ര സംസാരിക്കാവുന്ന ഒരു സിനിമയാണെന്ന് മാതാപിതാക്കളൊക്കെ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയവും സിനിമയാണ്. വളരെ സന്തോഷമുണ്ട് ഈ ഒരു അവസരത്തിലൊക്കെ ഇതിനൊരു ഇടപെടൽ കേരളം ഇന്നല്ലെങ്കിൽ നാളെ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു സബ്ജക്റ്റാണ് ഇവിടെ നന്നായി അവതരിപ്പിക്കുന്നത്. വളരെ മനോഹരമായി അതിൻ്റെ എൻ്റെ എന്ന് പറയുന്നത് പക്ഷേ അപ്രായോഗികമായി നടക്കാൻ സാധ്യതയില്ലാത്തതെങ്കിലും അഡ്രസ് ചെയ്യേണ്ട ഒരു സബ്ജക്റ്റാണ് വളരെ മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത് നന്നായി നമ്മുടെ യൂത്തൊക്കെ നന്നായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. വളരെ മനോഹരമായി ഇവിടെ വന്നിരിക്കുന്ന ഒരുപാട് ഗസ്റ്റ് ഉണ്ട്, അവരോടാണ് ചോദിക്കേണ്ടത്. ഞാൻ ഈ സിനിമയുടെ ഒരു പാർട്ടല്ലേ, വിഷയം അതിലുപരി നിന്നുകൊണ്ട് പ്രേക്ഷകനായിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഒരുപാട് ഇഷ്ടമാണ്. ഒരുപാട് നല്ല മെസ്സേജുള്ള നമുക്ക് വളരെ ആധികാരികമായ ഒരു വലിയ വിഷയമാണ് ഇതിലൂടെ സംവിധായകൻ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ കഥാപാത്രങ്ങളിൽ പറയുന്നുണ്ട് കോവിഡ് പോലൊരു മഹാമാരി, ഒരുപക്ഷെ അതിനേക്കാൾ വലുത് നമ്മുടെ നാട്ടിലെന്ന് ഉടനീളമുണ്ട്. അതിനെ പ്രതിപാദിക്കുന്ന വലിയ പ്രമേയമാണ്. തീർച്ചയായും തിയേറ്ററിൽ വന്ന് തന്നെ കാണണം. മനോഹരമായിട്ട് സിനിമ വന്നിട്ടുണ്ട്. ഇപ്പോൾ എല്ലാത്തരം സിനിമകളും കാണണ്ടേ, എൻ്റർടൈൻമെൻറ്റ് മാത്രമല്ല, നല്ല മെസ്സേജ്. എന്നാൽ പിന്നെ അത് മാത്രമാണല്ല, ഇന്നത്തെ നല്ല ഫൈറ്റുണ്ട്, ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്, കോമഡി സിറ്റുവേഷൻസ് ഉണ്ട്. അതിനോടൊപ്പം ബ്രില്യൻ്റ് ആയിട്ടുള്ള നമ്മളെല്ലാവരും കണ്ടിരിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു നല്ല മെസ്സേജ് സിനിമയിൽ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെയുള്ള സിനിമകൾ ഇപ്പോൾ വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസരമാണ് നമ്മളെല്ലാവരും കണ്ട് ഈ സിനിമയെ പ്രോത്സാഹിപ്പിക്കണം. നമ്മളെല്ലാവരും കടമയാണ്. സിനിമ പ്രേമിയോ എന്നുള്ളതിൽ സിനിമ നല്ലതെന്നുള്ള എല്ലാ രീതിയിലും ആളുകൾ സംസാരിക്കുന്നത്. ഒരുപാട് സന്തോഷം. നിങ്ങളെല്ലാവരും ഇവിടെ വന്ന് നിങ്ങളെല്ലാവരും കണ്ടില്ലേ? ഇഷ്ടപ്പെട്ടില്ലേ? ഞാൻ ആദ്യമായിട്ട് കേട്ടോ ഈ മുഖ്യമന്ത്രിയുടെ വേഷം. ഞാൻ ആദ്യമായിട്ട് ചെയ്യാം. അതെനിക്കൊരു വലിയ എക്സൈറ്റ്മെന്റ് തന്നെയാണ്. അതെ, അതിന് വളരെ വിദഗ്ധമായിട്ടുള്ള നല്ല അല്ലേ, അദ്ദേഹത്തെ കാണേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരു സിനിമയിൽ അത് വരുമ്പോൾ കുറച്ച് ഡ്രാമാറ്റിക് ആയിട്ട് അങ്ങനെ ചെയ്യേണ്ടി വരും. ഒരുപാട് സന്തോഷം. താങ്ക് യു. പ്രതീക്ഷയൊക്കെ മനസ്സിൽ കാണുമെങ്കിലും പടം പുറത്ത് വരുമ്പോഴത്തേക്ക് കാണുന്നവരുടെ ഒരു അഭിപ്രായമൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്ക് സന്തോഷവും സമാധാനമൊക്കെ ആവുന്നത്. സാധാരണ സിനിമയിൽ നിന്നും വ്യത്യാസമായിട്ട് ചില കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചു എന്നുള്ളത് ഇന്നത്തെ ഒരു സിനിമയുടെ രീതി വെച്ച് നോക്കുമ്പോൾ വളരെ കുറവല്ലേ അങ്ങനെയുള്ള സിനിമ. അതിനകത്ത് പുറത്തേക്ക് മനസ്സിലുണ്ടാകുന്ന കാര്യം പറയാൻ ആ ഒരു സിനിമ വിജയിക്കുമ്പോൾ ഒരുപാട് പേർക്ക് കാണാൻ പറ്റുകയും ചിലപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെടാത്ത കുട്ടികൾക്ക് അത് ചൂണ്ടിക്കാണിക്കാൻ ഒരു കാരണമാവുകയൊക്കെ ചെയ്യുന്നു. അത് വിജയിച്ചെന്ന് കേൾക്കാനുള്ള സത്യത്തിലാണ് നമ്മളിങ്ങനെ അമ്പലം കുറിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. എല്ലാവരോടും പറയുക, എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുകയും അത് നന്നാകുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് എല്ലാ കലാകാരന്മാരും
ഉണ്ടാക്കുന്നവരും പങ്കെടുക്കുന്നവരൊക്കെയാണ് അങ്ങനെ തന്നെ നന്നായി പരിശീലിക്കുന്നതാണ് ഈ സിനിമയൊക്കെ അങ്ങനെയാണ് എല്ലാവർക്കും കാണാൻ സമാധാനമായിട്ട് അതിനെ വിലയിരുത്താൻ കഴിഞ്ഞെങ്കിലും തന്നെ പ്രാർത്ഥിക്കുന്നു. ഓക്കെ ഓക്കെ